ഇനി അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര ചേരുന്നു. അമേരിക്കയുടെ ആക്രമണത്തെ തുടർന്ന് നിർണായക തീരുമാനമായി ഇറാഖ് അമേരിക്കയുമായുള്ള സംയുക്ത ദൗത്യങ്ങൾ അവസാനിപ്പിക്കും. ബാഗ്ദാദിൽ ഹിസ്ബുള്ള കമാൻഡറെ ഡ്രോൺ ആക്രമണത്തിലൂടെ കൊലപ്പെടുത്തിയതിൽ ഉള്ള പ്രകോപനത്തോടെയാണ് ഇറാഖ് ഈ പ്രഖ്യാപനവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. മധു കൊട്ടാരക്കര അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്നും തത്സമയം ചേരുന്നു. മധു, ഗുഡ് മോർണിംഗ്. മധു, ഇറാഖ് എല്ലാ ബന്ധങ്ങളും വെട്ടിമുറിക്കണം എന്ന അഭിപ്രായമാണോ? ഈ അമേരിക്ക ഇറാഖിൻ്റെ അഭിപ്രായം കേട്ടിട്ടൊന്ന് കിടുങ്ങിയോ? ഗുഡ് മോർണിംഗ് SK. ഇങ്ങനെ ഒരു തീരുമാനം ഒരുപക്ഷെ ഇറാഖിൽ നിന്ന് വരുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഇറാഖ് ഇതുവരെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഇത് സംബന്ധിച്ചുള്ള ചർച്ചകളൊക്കെ നടക്കുന്നതേ ഉള്ളൂ. ജോർദനിലെ US സൈനികരെ കൊലപ്പെടുത്തിയതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഹിസ്ബുൾ കമാൻഡറെ കഴിഞ്ഞ ദിവസം ബാഗ്ദാദിൽ ഡ്രോൺ ആക്രമണത്തിലൂടെ അമേരിക്കൻ വ്യോമസേന കൊലപ്പെടുത്തിയിരുന്നു. ഇത് കൂടാതെ ഇതേ വിഷയത്തെ തുടർന്ന് 40-ൽ പരം ആൾക്കാരെ കൊലപ്പെടുത്തിയതായി, വ്യോമാക്രമണത്തിലൂടെ കൊലപ്പെടുത്തിയതായി അമേരിക്ക വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ആക്രമണങ്ങളെ പറ്റിയൊന്നും ഒരു സൂചനയും ലഭിക്കാത്തതാണ് ഇപ്പോൾ ഇറാഖ് ഭരണകൂടത്തെ ചൊടിപ്പിച്ചിരിക്കുന്നത്. US നേതൃത്വത്തിലുള്ള സഖ്യം രാജ്യത്തെ അസ്ഥിരതയിലേക്ക് തള്ളിവിടുന്നുവെന്നും ഇപ്പോൾ നടക്കുന്ന ഈ സംഘർഷങ്ങളുടെയൊക്കെ നടുവിലേക്ക് ഇറാഖും വലിച്ചിഴക്കപ്പെടുമെന്നുള്ള ഭീഷണിയുള്ളതായി ഇറാഖ് പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ സൈനിക വക്താവ് യഹിയ റസൂൽ ഇന്ന് ഇത് സംബന്ധിച്ചുള്ള ഒരു പ്രസ്താവന പുറത്തിറക്കിയിരുന്നു. അതുപോലെ ഇറാഖ് വിദേശകാര്യമന്ത്രി ഫൂദ് ഹുസൈൻ US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനെ ടെലിഫോണിൽ വിളിച്ച് ഈ വിഷയത്തിലുള്ള ഇറാഖിനുള്ള പ്രതിഷേധവും ആശങ്കയും ഒക്കെ അറിയിച്ചിരുന്നു. അതേസമയം ഈ വ്യോമാക്രമണങ്ങളൊക്കെ കഴിഞ്ഞ ഉടൻ തന്നെ ഇറാഖ് ഗവൺമെന്റിനെ വിവരം അറിയിച്ചിരുന്നുവെന്നാണ് പെന്റഗൺ ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത്. US ഇറാഖ് സഖ്യം തുടരണമോ എന്നുള്ള ചർച്ചകളൊക്കെ നടക്കുമ്പോഴാണ് ഈ 3 US സൈനികർ കൊല്ലപ്പെടുന്നത്. ഈ നിർത്തിവെച്ച ചർച്ചകൾ ഈ മാസം 11-ന് പുനരാരംഭിക്കുമെന്നാണ് ഇറാഖ് പറഞ്ഞിരിക്കുന്നത്. ഇസ്രയേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇറാഖിലെയും സിറിയയിലെയും ഈ US ക്യാമ്പുകൾക്ക് നേരെ നടക്കുന്ന തുടർച്ചയായ ആക്രമണങ്ങളും അമേരിക്കയുടെ തിരിച്ചടിയും ഒക്കെ ഈ ഇറാഖ് മൂകസാക്ഷിയാകേണ്ടി വരികയാണ്. ഇത് കൂടാതെ പാലസ്തീൻ ജനതയ്ക്ക് നേരെ ഇസ്രയേൽ നടത്തുന്ന സൈനിക നീക്കത്തെ തുടർന്ന് ഇറാഖിനുള്ളിൽ ഒരു അമേരിക്ക വിരുദ്ധ വൈബ് രൂപപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ ഒരു തെളിവായിരുന്നു ഹിസ്ബുള്ള കമാൻഡർ ബാഗ്ദാദിൽ കൊല്ലപ്പെട്ടതിന്റെ പിന്നാലെ ബാഗ്ദാദ് തെരുവുകളിൽ നടന്ന അമേരിക്ക വിരുദ്ധ മുദ്രാവാക്യങ്ങളുമായിട്ടുള്ള പ്രകടനങ്ങൾ. ഇതൊക്കെ US ബന്ധം തുടരണമോ എന്ന് ഇറാഖിനെ ഇപ്പോൾ ഇരുത്തി ചിന്തിപ്പിക്കുകയാണ്. ഈ SK IS ഒരു തിരിച്ചുവരവ് നടത്താതിരിക്കുവാൻ വേണ്ടി ഇറാഖ് സൈന്യത്തെ സഹായിക്കുവാൻ വേണ്ടി രൂപം കൊടുത്ത സംയുക്ത സേനയെ നയിക്കുന്നതിനാണ് US സൈനികർ ഇറാഖിൽ തമ്പടിച്ചിരിക്കുന്നത്. ഇറാഖിൽ മാത്രം 2500 US സൈനിക ട്രൂപ്പുകളാണ് ഇപ്പോൾ ഉള്ളത്. SK. താങ്ക് യു മധു കൊട്ടാരക്കര.